ഹായ് എവരി വൺ, വെൽക്കം ടു ഓട്ടോവിറ്റി. ഈ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് പാഡൽ ഷിഫ്റ്റ് ചെയ്യണം. ഇത് 2.8 ഓട്ടോമാറ്റിക് വേർഷനാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റീരിയോ വന്നിട്ട് പഴയ മോഡൽ സ്റ്റീരിയോ ആണ് ഇരിക്കുന്നത്. ഈ സ്റ്റീരിയോ മാറ്റിയിട്ട് ഏറ്റവും പുതിയ മോഡലിൽ വരുന്ന OEM സ്റ്റീരിയോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ബാക്കിലത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യുന്നതിലേക്ക് ആക്കണം. ഇത് നിലവിൽ മാനുവലാണ്. ഇതിൻ്റെ ഹൈഡ്രോളിക് ഡാമ്പിങ് വെച്ചിട്ടുള്ളതാണ്. ഈ ഡാമ്പർ മാറ്റിയിട്ട് നമ്മൾ മോട്ടറൈസ്ഡ് ആക്കിയിട്ട് ഓട്ടോമാറ്റിക് ടെയിൽ ഗേറ്റിലേക്ക് മാറ്റുന്നു. ഈ 3 വർക്കാണ് നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാനായിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റീരിയോ എന്നിട്ട് കാണാം, നമ്മൾ ഫുള്ള് പ്ലഗ് ആൻഡ് പ്ലേ കണക്ടർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വണ്ടിയുടെ വാറണ്ടി ഇഷ്യൂസോ ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമ്മുടെ ഇന്നത്തെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാഡൽ ഷിഫ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ പാർട്സ് തന്നെയാണ് ടൊയോട്ടയുടെ. ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗിലുള്ള പാഡൽ യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളിതിലേക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡൽ ക്രിസ്റ്റലിൽ വരുന്ന ഒറിജിനൽ സ്റ്റീരിയോ തന്നെയാണ്. കാർപ്ലേ ഉള്ള മോഡലാണിത്. ഇത് കൂടാതെ ഇതിൻ്റെ ഹാൻഡ് റെസ്റ്റിനുള്ളിൽ വരുന്ന USB ബോർഡ് വർക്ക് ചെയ്യും. സ്റ്റിയറിംഗ് കൺട്രോൾ, റിവേഴ്സ് ക്യാമറ, വണ്ടിയുടെ മൾട്ടി ഇൻഫർമേഷൻസ്, അതായത് സ്പീഡ്, മൈലേജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ സ്റ്റീരിയോയിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ഗേറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് 3 രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. റിമോട്ടിൽ വർക്ക് ചെയ്യാം, ഡെക്കിയിൽ സ്വിച്ച് ഉണ്ട്, പിന്നെ ഫ്രണ്ട് ഡാഷ്ബോർഡിലും ഇതിന് വേണ്ടിയിട്ടൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോവിറ്റിയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.